ലൈംഗികപീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യഹർജി നൽകിയതെന്നാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യഹർജി നൽകിയിരിക്കുന്നത്. യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നതാണ് ജാമ്യഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു വാദം. സ്വയം മരുന്ന് കഴിച്ചതാണെന്ന് യുവതി തന്നെ പറയുന്നതിനാൽ ഗർഭചിത്രം എന്ന കുറ്റം നിലനിൽക്കില്ല എന്നും ഹർജിയിൽ പറയുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, ഈ ജാമ്യഹർജിയിൽ ഇതുവരെ ഉണ്ടായ വിവാദങ്ങളിൽ രാഹുലിന്റെ മൗനത്തിൽ പെൺകുട്ടിയുമായുള്ള ശബ്ദ സന്ദേശത്തിൽ അതിലൊക്കെ കേട്ടതിന്റെ തുടർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുന്നുണ്ട്. രാഹുൽ വാദിക്കുന്നത് എന്താണ്? രതീഷ, ഈ തനിക്കെതിരായ പരാതി അത് നിലനിൽക്കില്ല എന്നതാണ് പ്രധാനമായും രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറ്റം ബലാത്സംഗം, ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളാണ്. അതൊന്നും തന്നെ നിലനിൽക്കില്ല എന്നതാണ് ഈ ജാമ്യ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യ ഹർജി അല്പം മുമ്പ് തിരുവനന്തപുരം സെഷൻസ് കോടതി നമ്പർ ഇട്ടത് കൈമാറിയിട്ടുണ്ട്. ഇനി അത് നാളെയോ മറ്റന്നാളോ നാളെയോ തിങ്കളാഴ്ചയോ ആയിരിക്കും ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. സ്വാഭാവികമായും തിങ്കളാഴ്ച പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുവരെ ഒളിവിൽ കഴിയുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത്. കാരണം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് തന്നെയാണ്. BJP അതോടൊപ്പം തന്നെ CPM നെക്സസ് ഈ കാര്യത്തിലുണ്ട് എന്നത് ഈ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി തനിക്കുണ്ടായ അത് വളരെ അടുത്ത സൗഹൃദമാണ്. ആ സൗഹൃദം എങ്ങനെ ഉണ്ടായി എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ വിവാഹശേഷമാണ് ഈ ബന്ധം ഉണ്ടാകുന്നത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അവരുമായി ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അടുത്ത ബന്ധമായി വളർന്നു. ആ സമയത്ത് മറ്റും പ്രചാരണം എന്നത് ചിലരുടെയൊക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ വിവാഹിതയാണ് എന്നറിയാതെ സൗഹൃദമുണ്ടാക്കി എന്ന നിലയിലൊക്കെ കാണുന്നുണ്ടല്ലോ. അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി രാഹുൽ വരുത്തുന്നുണ്ടോ? രതീഷ്, രാഹുൽ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത് താൻ ഈ പെൺകുട്ടിയുമായി, അതായത് ഈ പരാതിക്കാരിയുമായി അടുപ്പം വരുന്നത് ആ പെൺകുട്ടിയുടെ വിവാഹശേഷമാണ് എന്നതാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക പീഡനം അത് ബലാത്സംഗ കുറ്റമായി മാറും. അത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരുന്നു എന്നത് രാഹുൽ പറഞ്ഞു വയ്ക്കുകയാണോ ഈ ജാമ്യ ഹർജിയിലൂടെ? ഇപ്പോൾ പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിയാതെയാണ് ഇങ്ങനൊരു പ്രണയമുണ്ടായത്, ഇങ്ങനൊരു ബന്ധമുണ്ടായത്. പിന്നീട് വിവാഹിതയാണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്താണല്ലോ രാഹുലിനെ ന്യായീകരിക്കുന്ന പലരും സൈബറിടങ്ങളിൽ വാദിക്കാൻ ശ്രമിക്കുന്നത്. പുറത്തും വിവാഹിതയാണ് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധമായിരുന്നു. അക്കാര്യത്തിൽ എന്താണ് ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, ഈ ജാമ്യ ഹർജി വായിക്കുമ്പോൾ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ് തങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട് അതൊരു സൗഹൃദമായി മാറിയപ്പോൾ വിവാഹിതയായ ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. അപ്പോൾ തനിക്ക് ആ പെൺകുട്ടിയോട് ഒരു സഹതാപം തോന്നി. അങ്ങനെ അവരുടെ ബന്ധം വളർന്നു. അങ്ങനെ ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിലേക്ക് അത് പോയി എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുന്നത് താൻ കാരണം ഗർഭിണിയായി എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ തന്റെ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടില്ല എന്ന ഒരു നിലപാടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗർഭചിത്ര കുറ്റം തനിക്ക് നിലനിൽക്കില്ല എന്ന് പറയാനായിട്ട് മറ്റൊരു ന്യായവാദം കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയാണ്. അത് പ്രധാനമായും പറയുന്നത് ഈ പെൺകുട്ടി തന്നെ മരുന്ന് കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ താൻ എവിടെ അതിൽ പ്രതിയായി വരും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഈ പെൺകുട്ടി ഗർഭിണിയായത് താൻ കാരണമല്ല. പിന്നെ ആ പെൺകുട്ടി ഗർഭം അലസിപ്പിക്കാൻ ഗുളിക കഴിച്ചു എന്ന് പറയുന്നു. ആ ഗുളിക കഴിച്ചതിന്റെ പേരിൽ ഗർഭചിത്ര കുറ്റം തനിക്ക് മേൽ നിലനിൽക്കില്ല എന്നൊരു വാദമാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഈ ബന്ധം തുടർന്ന സമയങ്ങളിലെല്ലാം തന്നെ എല്ലാം രേഖകളാക്കി വയ്ക്കുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ചാറ്റുകൾ സൂക്ഷിച്ചു, അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ എടുത്ത് സൂക്ഷിച്ചു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് എന്നതാണ് അവർ
രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നത്. അതായത് പിന്നീട് തനിക്കെതിരെ ഒരു ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തെളിവുകൾ സമാഹരിച്ചു വെച്ചു എന്നതാണ് രാഹുലിന്റെ ആരോപണം. അവിടെയാണ് BJP CPM ബന്ധമടക്കം രാഹുൽ ആരോപിക്കുന്നത്. ഈ പരാതിക്ക് പിന്നിൽ CPM-ഉം BJP-യും തമ്മിലുള്ളൊരു നെക്സസ് ആണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ നാണം കെട്ടു നിൽക്കുമ്പോൾ സർക്കാർ അതിനെ മറയ്ക്കാൻ വേണ്ടി ഈ തനിക്കെതിരായ നീക്കവുമായിട്ട് വരുന്നു. ഇവിടെ മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് ഈ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയതോടുകൂടി തന്നെ അതിന്റെ രാഷ്ട്രീയ മാനം അതെന്താണ് എന്നത് വ്യക്തമാണ് എന്നതുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, തിങ്കളാഴ്ച ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ അതിനു മുൻപ് അറസ്റ്റ് ഉണ്ടാകുമോ, രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുമെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്ത് നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. രാഹുലിന്റെ വാദങ്ങൾ, അതിന്റെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്.